ഗൈസ്, നമ്മൾ ഇതുവരെ കാണാതെ പോയ ഒരു കിങ്ങിനെ പരിചയപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോടുള്ള ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്ക് പോയിരുന്ന് കോൺഗ്രസ്സുകാരെ തന്നെ അച്ചാലും പുച്ചാലും ആറാടുന്ന ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് മാസ് കിങ് ദി കെ മുരളീധരൻ. ഇപ്പൊ തൃശ്ശൂർ തന്നെ കണ്ടില്ല, 56,000 വോട്ട് BJP ചേർന്ന് നമ്മുടെ വിദ്വാന്മാരാണ്. എന്നിട്ട് പറയണം ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടാവിടെ അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ടയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഷുവറാന്ന് പറഞ്ഞ് കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടും ഇല്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. കാരണം തൃശ്ശൂരിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷ. ഒരു BJP പോക്കല്ലേ ആ മണക്കുന്നത്. ഇത് മാത്രമല്ല, പുള്ളി പറയാനുണ്ട് പണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കെ കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒക്കെ മതിയായിരുന്നു. ഇപ്പൊ അങ്ങ് ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വരണമെന്ന്. എന്തൊരു ദാരുണമാണ്. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ വീട്ടിൽ ഇരുന്ന് പണ്ട് പറയൂലേ, ഇതൊക്കെ എന്തോന്ന് ഓണം, അതൊക്കെ എൻ്റെ കാലത്തെ ഓണം. ഹോ, ഇതുപോലെ എന്തൊക്കെ എന്തോന്ന് സ്കൂളിൽ പോക്ക്, അതൊക്കെ നമ്മളെ കാലത്തെ സ്കൂളിൽ പോക്ക്, കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ, അതുപോലത്തെ സെയിം ഡയലോഗ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിലെ കോൺഗ്രസിന് പറ്റൂലെന്നും അതിന് വേറെ ആള് വേണമെന്നുള്ളതൊരു പുതിയ കാര്യമൊന്നുമല്ലോ, നമുക്കൊക്കെ അറിയാമല്ലോ. ഈ ഡൽഹിയിൽ നിന്ന് വരുന്നവർ പിന്നെ അഹിംസയും ജനാധിപത്യവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുറച്ച് വെറൈറ്റി ആയിട്ട് ഹിന്ദുത്വ ജനാധിപത്യമാണ് പറയുന്നതെന്നേ ഉള്ളൂ. പിന്നെ മേൽപ്പറഞ്ഞ സമുന്നത നേതാക്കളിൽ ഒരാളുടെ മോനാണ് ഇത് പറയുന്നത് തന്നെ. പുള്ളിയുടെ തന്നെ മറ്റേ കുഞ്ഞനിയത്തി ഇപ്പൊ BJPയിലാണ്. ആ കുഞ്ഞനിയത്തി തന്നെ പറയുന്നുണ്ട് 2 ആഴ്ച സമയം കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടനും കൂടി ഇപ്പൊ തന്നെ BJPയിലോട്ട് വരുമെന്ന്. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പൊ കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ. കാരണം എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിൽക്കണതേ. അപ്പം ആള് പാവം നിർത്തി ആ വടകര നിന്നാ ജയിച്ചു പോയനെ. ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. കരുണാകരൻ്റെ മക്കൾ അവർക്ക് വേണ്ട. അതിലാദ്യം എന്നെ പുറത്താക്കി, എങ്ങനെയെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മാതിരി. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് സമാധാനം എന്ന് അവരറിയില്ലേ, അതറിഞ്ഞാൽ അവരുടെ ബോധം പിന്നെയും പോകും. പക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും. കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനുള്ളൊരു പരവതാനം കൂടി ഞാൻ ഇവിടെ വിരിച്ചിട്ടുണ്ട്. ഇനിയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് പോലും BJPയിലോട്ട് പോകാൻ. 5-6 കൊല്ലത്തെ 2 മുഖ്യമന്ത്രിമാരുടെ ഓരോ മക്കൾ വീതം ഓൾറെഡി പോയി കഴിഞ്ഞു. ബാക്കി കോൺഗ്രസ് അണികളും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ ഒരു സൈഡിൽ നിന്ന് പൊക്കോണ്ടും ഇരിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റൊക്കെ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്ത അഭിമാന ഭാരതപുത്രൻ. അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് നിന്ന് പോകുന്നുള്ള കാര്യം ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല. എന്നാൽ ഈ 52,000 വോട്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലോട്ട് പോയി എന്ന് കോൺഗ്രസ് അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ അത്തിരി ഓവറല്ലേ മാഷേ. കേരളം ഉണ്ടായിട്ട് ഇന്നേ വരെ BJPക്ക് ഈ നാട്ടിൽ നിന്ന് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഇലക്ഷന് മുമ്പാണെങ്കിൽ BJPയിലോട്ട് കോൺഗ്രസ്സുകാരുടെ കുത്തൊഴുക്കും. അപ്പൊ പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട, മിണ്ടിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ കുഞ്ഞുമാവല്ലേ അറിഞ്ഞില്ല പോലെ ഞാൻ